ഏകദേശം 3.4 കോടി വർഷങ്ങൾക്ക് മുൻപാണ് അന്റാർട്ടിക്ക ഐസിൽ മൂടപ്പെടാൻ തുടങ്ങിയത്. അതിനു മുമ്പ് ഇന്നത്തെ തെക്കേ അമേരിക്കയോട് സാമ്യമുള്ള കാടുകളും വൈവിധ്യമാർന്ന വനജീവികളുമുള്ള മിതമായ കാലാവസ്ഥയായിരുന്നു അവിടെ. തണുപ്പിക്കുന്ന കാലാവസ്ഥ മഞ്ഞുപാളികളുടെ രൂപീകരണത്തിന് നയിച്ചു. അന്റാർട്ടിക്കയെ ഇന്ന് നമുക്കറിയാവുന്ന മഞ്ഞ് മൂടിയ ഭൂഖണ്ഡമാക്കി മാറ്റി. അന്റാർട്ടിക്കയിൽ ധാരാളം തടാകങ്ങളുണ്ട്. അതിലൊന്നാണ് ലേക്ക് വോസ്റ്റോക്ക്. ഈ ഒരു തടാകത്തിൻ്റെ പ്രത്യേകത എന്തെന്നാൽ ഈ ഒരു തടാകത്തിൽ വെള്ളം ലിക്വിഡ് ഫോമിൽ തന്നെയാണുള്ളത്, ഐസ് രൂപത്തിലല്ല. അതിലും രസകരമായ കാര്യം എന്തെന്നാൽ ഈ തടാകത്തിന് മുകളിൽ 4 കിലോമീറ്ററോളം കട്ടിയിൽ ഐസ് ഉണ്ടെന്നാണ്. അതായത് വലിയൊരു ഐസ് പാളിക്ക് അടിയിലാണ് ഈ തടാകം സ്ഥിതി ചെയ്യുന്നത്. പക്ഷേ വെള്ളം ലിക്വിഡ് ഫോമിൽ തന്നെയാണ് അവിടെ ഉള്ളത്. ഈ ഒരു തടാകത്തിന് ഏകദേശം 250 കിലോമീറ്റർ നീളവും 500 മീറ്റർ ആഴവുമുണ്ട്. അന്റാർട്ടിക്കയിൽ ധാരാളം അഗ്നിപർവ്വതങ്ങളുണ്ട്. ഏകദേശം 138ലധികം അഗ്നിപർവ്വതങ്ങൾ അവിടെയുണ്ട് എന്നാണ് കണക്കാക്കുന്നത്. മിക്ക അഗ്നിപർവ്വതങ്ങളും ഐസാൽ മൂടപ്പെട്ടതാണ്. പക്ഷേ അതിൽ ചിലതെങ്കിലും ഇപ്പോഴും ആക്റ്റീവാണ്. ഈ അഗ്നിപർവ്വതങ്ങളെക്കുറിച്ച് കൂടുതൽ പഠിക്കുന്നത് അന്റാർട്ടിക്കയെ നമുക്ക് മനസ്സിലാക്കാൻ കൂടുതൽ സഹായിക്കുമെന്നാണ് കരുതുന്നത്. മറ്റു ഭൂഖണ്ഡങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അന്റാർട്ടിക്ക വളരെ കുറച്ചു മാത്രമേ എക്സ്പ്ലോർ ചെയ്യപ്പെട്ടിട്ടുള്ളൂ. ഇതുവരെ റെക്കോർഡ് ചെയ്യപ്പെട്ടതിൽ കാറ്റിൻ്റെ ഏറ്റവും ഉയർന്ന വേഗത 320 km/h ആണ്. 1972 ഇത് റെക്കോർഡ് ചെയ്യപ്പെട്ടത്. ലോകത്തിലെ മുഴുവൻ ഐസിന്റെ 90% അന്റാർട്ടിക്കയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിലെ ആകെ ശുദ്ധജലത്തിന്റെ 70%-ഓളവും അന്റാർട്ടിക്കയിലാണ് ഉള്ളത്. അന്റാർട്ടിക്കയിൽ പ്രധാനമായും 2 സീസൺസ് ആണ് ഉള്ളത്, സമ്മർ സീസണും വിന്റർ സീസണും. ഓരോ സീസണും 6 മാസക്കാലമാണ് നീണ്ടു നിൽക്കുന്നത്. സമ്മർ സീസണിൽ 6 മാസത്തോളം തുടർച്ചയായ സൺലൈറ്റ് ആയിരിക്കും. അതുപോലെ വിന്റർ സീസണിൽ 6 മാസം തുടർച്ചയായി ഇരുട്ടായിരിക്കും, കാരണം സൂര്യപ്രകാശം ഉണ്ടാവുകയില്ല. ഈ ഒരു പ്രതിഭാസത്തെ മിഡ് നൈറ്റ് സൺ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ഈ ഒരു പ്രതിഭാസം നടക്കാൻ കാരണം അന്റാർട്ടിക്ക പോളാർ റീജിയനിലായതുകൊണ്ടാണ്. ശരാശരി 1.6 കിലോമീറ്റർ കട്ടിയിലാണ് അന്റാർട്ടിക്കയിൽ ഐസ് ഉള്ളത്. അന്റാർട്ടിക്കയുടെ പുറത്ത് ഒരു രാജ്യത്തിനും അധികാരമില്ല. അന്റാർട്ടിക്കയെ കൺട്രോൾ ചെയ്യുന്നതും പ്രൊട്ടക്ട് ചെയ്യുന്നതും അന്റാർട്ടിക് ട്രീറ്റി സിസ്റ്റം എന്നൊരു സിസ്റ്റമാണ്. മിലിറ്ററി ഓപ്പറേഷൻസോ മൈനിങ്ങോ ഒന്നും തന്നെ അന്റാർട്ടിക്കയിൽ നടത്താൻ പാടുള്ളതല്ല. റിസർച്ചേഴ്സിനും ടൂറിസ്റ്റുകൾക്കും മാത്രമേ അങ്ങോട്ട് പ്രവേശനവും ഉള്ളൂ. അന്റാർട്ടിക്കയിൽ മഴ വളരെ കുറച്ച് മാത്രമേ ലഭിക്കുകയുള്ളൂ. ഇതാണ് അന്റാർട്ടിക്കയെ ഒരു മരുഭൂമിയായി കണക്കാക്കുന്നത്. വർഷത്തിൽ 150 മില്ലിമീറ്ററിൽ കുറവ് മഴ മാത്രമേ അന്റാർട്ടിക്കയിൽ ലഭിക്കുന്നുള്ളൂ. അന്റാർട്ടിക്കയിലെ ഡ്രൈ വാലീസിൽ കഴിഞ്ഞ 20 വർഷമായിട്ട് മഴയെ പെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അന്റാർട്ടിക്കയിലെ ഡ്രൈ വാലീസ് ആണ് ലോകത്തെ ഏറ്റവും വരണ്ട പ്രദേശമായി കണക്കാക്കപ്പെടുന്നത്. അന്റാർട്ടിക്കയിൽ റെക്കോർഡ് ചെയ്യപ്പെട്ടതിൽ വെച്ച് ഏറ്റവും തണുത്ത ടെമ്പറേച്ചർ -89.2 ഡിഗ്രി സെൽഷ്യസ് ആണ്. 1893 ഇത് റെക്കോർഡ് ചെയ്യപ്പെട്ടത്. അന്റാർട്ടിക്കിലെ ആവറേജ് ടെമ്പറേച്ചർ -50 ഡിഗ്രി സെൽഷ്യസിനും -60 ഡിഗ്രി സെൽഷ്യസിനും ഇടയിലാണ്. അന്റാർട്ടിക്കയിലെ 99%-ഉം ഐസാണ്. 1961 മുതൽ അന്റാർട്ടിക് ട്രീറ്റി സിസ്റ്റമാണ് അന്റാർട്ടിക്കയെ കൺട്രോൾ ചെയ്യുന്നതും ഗവേൺ ചെയ്യുന്നതും. ബ്രിട്ടീഷ് അന്റാർട്ടിക് സർവേ പ്രകാരം അന്റാർട്ടിക്കയിൽ ഏകദേശം 20 ലക്ഷത്തോളം പെൻഗ്വിനുകൾ താമസിക്കുന്നുണ്ട്. ഇങ്ങനെ പല വിഭാഗത്തിൽപ്പെടുന്നവയുണ്ട്. അന്റാർട്ടിക്കയിൽ സ്ഥിര താമസക്കാരായി ആരും തന്നെയില്ല. പക്ഷേ പല രാജ്യങ്ങളുടെയും റിസർച്ച് സ്റ്റേഷൻസ് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഭൂമിയിൽ തന്നെ ഏറ്റവും കൂടുതൽ കാറ്റ് ലഭിക്കുന്ന പ്രദേശവും വരണ്ടതുമായ പ്രദേശമാണ് അന്റാർട്ടിക്ക. ഈ തണുപ്പ് കാരണം അന്റാർട്ടിക്കയിലെ വായുവിന് മോയ്സ്ചറിനെ ഹോൾഡ് ചെയ്യാൻ കഴിയില്ല. അന്റാർട്ടിക്ക ഭൂമിയിലെ ഏറ്റവും സൗത്ത് ഭാഗത്തുള്ള പ്രദേശമാണ്. അറ്റ്ലാന്റിക്, ഇന്ത്യൻ, പസഫിക് ഓഷ്യനുകളുടെ സൗത്ത് ഭാഗത്തായാണ് അന്റാർട്ടിക്ക സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ 5ാമത്തെ ഭൂഖണ്ഡമാണ് അന്റാർട്ടിക്ക. 14 മില്യൺ സ്ക്വയർ കിലോമീറ്റേഴ്സ് ആണ് അന്റാർട്ടിക്കയുടെ വിസ്തൃതി. യൂറോപ്പിനേക്കാളും ഓസ്ട്രേലിയയെക്കാളും വലുതാണ് അന്റാർട്ടിക്ക. ആർട്ടിക്കും അന്റാർട്ടിക്കും 2 പോളാർ റീജിയൻസ് ആണ്. ആർട്ടിക്കിന്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് അന്റാർട്ടിക് സ്ഥിതി ചെയ്യുന്നത്. ഭൂമിയുടെ നോർത്തിലാണ് ആർട്ടിക് സ്ഥിതി ചെയ്യുന്നതെങ്കിൽ ഭൂമിയുടെ സൗത്തിലാണ് അന്റാർട്ടിക് സ്ഥിതി ചെയ്യുന്നത്. കരയിൽ ചുറ്റപ്പെട്ട ഒരു ഓഷ്യനാണ് ആർട്ടിക്, എന്നാൽ ഓഷ്യനിൽ ചുറ്റപ്പെട്ട ഒരു കരയാണ് അന്റാർട്ടിക്ക.